എന്താ മന്മഥേട്ടാ തപ്പുന്നേ? അതെ, ഞാന് ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടാണ് തൊഴാൻ പോയത്. തിരിച്ചു വന്നപ്പോ ചെരുപ്പ് കാണുന്നില്ല. ഇവിടെ തന്നെ ആയിരുന്നു കേട്ടെ? ഇവിടെ തന്നെ ഇട്ടത്. ഇതിനു മുമ്പും പോയിട്ടുണ്ട് എൻ്റെ ചെരുപ്പ്. പുളി ചെരുപ്പായിരുന്നേ, കമ്പനി ചെരുപ്പ്. അതുപോട്ടെ, കുറച്ച് ദിവസം കണ്ടില്ല. അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം ഉണ്ടായി. എല്ലാരും കൂടെ ഭയങ്കര ആഘോഷമായിരിക്കല്ലേ, സന്തോഷമായിരിക്കല്ലേ കല്യാണം? ആഘോഷമൊക്കെ ആയിരുന്നു. എന്തായി നമ്മുടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ? നമുക്ക് ചൊവ്വാദോഷമൊക്കെ അല്ലേ, എപ്പ കല്യാണം, ആര് കല്യാണം? എനിക്കും അത് തന്നെ, പാപജാതകം. നമ്മുടെ കുടുംബ ജ്യോത്സ്യര് പറഞ്ഞ് അങ്ങനെ 1 മാസമായിട്ട് കുറേ വഴിപാടുകളും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഇന്നത് കഴിഞ്ഞു 1 മാസം. ഇത് ചിലപ്പോൾ ശരിയായാലായി. എനിക്കുണ്ട് കുറെ വഴിപാടുകളും. അതെല്ലേ? എന്റെ ജ്യോത്സ്യനും പറഞ്ഞായിരുന്നു എനിക്ക് ഇനി ഒരാഴ്ച കൂടെ അമ്പലത്തിലൊക്കെ വരണം. അതെല്ലേ? എന്തായാലും നല്ലോണം പ്രാർത്ഥിച്ചോളൂ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണല്ലോ. നിശാഗന്ധിയുടെ കല്യാണം നടക്കാനും എൻ്റെ കല്യാണം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നടക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ടാണോ? തൊഴുതിട്ട് നേരെ വീട്ടിലേക്കാ, ഓഫീസിൽ പോണം. എല്ലാം പെട്ടെന്ന് നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. തൊഴുതു. ചെല്ലട്ടെ. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും. നികുതി കൂട്ടും. പിന്നെ ചുമ്മാ കൂടുതലെല്ലാം കാരണം വെള്ളക്കരൻ കൂടും. വെള്ളക്കുറത്തിന് നികുതി കൂടും. അപ്പൊ വെള്ളം നോക്കണ്ട, അതും പോയി. വൈദ്യുതി നിരക്ക് കൂടും, വെളിച്ചവും പോയി. കാരണം അല്ല ഉണ്ണിയേട്ടാ, എന്തോനെ വില കൂടാത്തൊരു സാധനം ഉണ്ട്, ഇതെന്ന് പറയാമോ? പറയാ മനുഷ്യൻ. എങ്ങനെ മനസ്സിലായി? എടാ, നിനക്ക് എന്ത് വിലയല്ലേ? ഇരിക്കുന്ന രണ്ടാളും കേട്ടോ, അവർക്ക് പിന്നെയും വിലയുണ്ട്. പിന്നെ ഒന്ന് വാവുന്നാക്കി കടിക്കാൻ വന്നാ ഓടൂലേ നീ? ആ ഒരു വിലയല്ലേ ഇത്? ഇതെല്ലാം വിട്ട് എല്ലാം നെഗറ്റീവാന്ന് കാണും. പോസിറ്റീവായിട്ട് നമ്മളെ ജ്യോതിഷരത്നം കൃഷ്ണേട്ടനല്ലേ, പറമ്പിലെ കൃഷ്ണേട്ടൻ, എന്റെ നക്ഷത്രം നോക്കട്ടെ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്രാവശ്യം എന്തെങ്കിലും രക്ഷപ്പെടണം. ഉണ്ണിയുടെ നാളേതാ? എന്റെ തിരുവോണോ നല്ല നാളാന്ന്, പറിച്ചു കാര്യമില്ല. എനക്ക് രക്ഷ കിട്ടുന്നില്ല. നാളിനൊന്നും ഒരു കുറവില്ല. നാളെ നന്നായ പോരാ, നമ്മൾ നന്നാവണം അല്ലേ? പണിക്കും പോണ ഉണ്ണിയേട്ടാ. നോക്കട്ടെ തിരുവോണത്തിന്റെ. എടാ, തിരുവോണം ഒഴിവാക്കിയാ? എടുത്തു. ഉത്രാടം കഴിഞ്ഞിട്ട് വെക്ക്. ഉത്രാടം കഴിഞ്ഞ് തിരുവോണം ഉണ്ടല്ലോ. അധ്വാനിച്ചാലും ഫലം കുറയും. അധ്വാനിക്കുന്നില്ലല്ലോ. എല്ലാ ഈ മാസം അടി പോകുന്നില്ല. പാലൂല്ലേപ്പിന് നമ്മ അധ്വാനിച്ചിട്ട് കാര്യമില്ലോ. ദുഷ്പേര് കേൾക്കാൻ സാധ്യത. സാധ്യത എന്താ? ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല, നമ്മ പുറത്തിറങ്ങാണ്ടെന്നാ പോരെ? പുറത്തെ നമ്മളെ പറയില്ലോ. പുറത്തിറങ്ങിയാലേ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ദുഷ്പേര് വരുന്നത്. നിങ്ങളെ ചീത്ത പേര് വീട്ടിൽ തെരഞ്ഞൊരു ഉണ്ണിയേട്ടാ. മോളെ, ഉണ്ണിയേട്ടന് ദുഷ്പേരാ. എനിക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ നായിന്ന് മാത്രം. ഉണ്ണിയേട്ടനോ എന്തെല്ലാം കുറ്റപ്പേരാ വിളിക്കുന്നത്? എടാ, നെഗറ്റീവടാ, ലൈഫിൽ നെഗറ്റീവാണ്. നിങ്ങളെ പോലെ തന്നെ പണിയില്ല, വെറുതെ ഇരിക്കുക. പോസിറ്റീവ് ഇല്ലെങ്കിൽ പോയാ പണിയില്ലെങ്കിൽ അവർ അധ്വാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആര്? ഇവര് ഇവിടെ കറങ്ങി എവിടെങ്കിലൊക്കെ പോയിട്ടല്ല ആഹാരം കിട്ടുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കും, നീ പണിക്കൊന്നും പോരില്ലോ? നീ എന്നെ കുറെ സ്വീപ്പാക്കിയല്ല. നീ എന്ത് പണിയെടുത്തില്ലേ? ഞാൻ ചെറിയ പ്രായമല്ലേ ഉണ്ണിയേട്ടാ, നീ പണിയെടുക്കാൻ സമയമാവുന്നേ ഉള്ളൂ. എടാ, എന്റെ അച്ഛന് ആഗ്രഹം എന്ന് അറിയാം, ഞാൻ ഒരു പട്ടാളക്കാരനാണ്. എന്തെന്ന് മനുവാട്ടാ, ഭക്തി മൂത്ത് സ്വാമിയാറെ പോലെ നോക്കിയാ ചെരുപ്പ് ഒരു വീഴ്ച. എന്ത് മനുഷ്യരാണ്. ചെരുപ്പൊന്ന് കാട്ടെ. കാണിക്കാനാ? ഇത്രയും ദരിദ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ്. ഒരു ചെരുപ്പിട്ടുണ്ടെന്ന് പുതിയ ചെരുപ്പ് മേടിച്ചിട്ട് ഒരാഴ്ചയായില്ല. ആരെടുത്തിട്ട് പോയി? അമ്പലത്തിക്കാരെങ്കിലും പുതിയ ചെരുപ്പിട്ട് പോവോ? എന്റേത് പോയി. ഇത്രയും നാളെ അമ്പലത്തിൽ പോകുന്നു, അല്ല അറിയില്ല. പുതിയ ചെരുപ്പ് ഇട്ടോണ്ട് പോയി ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു. ഒരു കാര്യം ജൈവരെ മണപ്പിക്കാൻ വിടാ, കടിച്ചോണ്ടിരും നായി. അങ്ങനെ അതിനായോ മനുവേട്ടാ? എന്തായി കാര്യങ്ങള്? കുറെ വഴിപാടുകളുണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണിനെ കണ്ടല്ലോ പോയിട്ട്. അത് ഈ ചേരലടാ ജാതകം.
അത്രയ്ക്ക് പ്രശ്ന ഇല്ല, അത്രയ്ക്ക് ദോഷമൊന്നും എനിക്കില്ല, പക്ഷെ പെൺകുട്ടിക്ക് നല്ല ദോഷമുണ്ട്. ആടാ രണ്ടും ചേരണ്ടേ. പിന്നെ അച്ഛൻ ഇന്നിപ്പോ സൂതൻ ജോത്സ്യനെ കാണാൻ പോകുന്നുണ്ട്. പോയിട്ട് വരുമ്പോ മിക്കവാറും അറിയാം ഉണ്ടാവും എന്നുള്ളത്. കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോ നമ്മൾ പ്രശ്നം വെച്ചപ്പോ ചില പ്രതിവിധികളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ചെയ്യാനൊക്കെ ചെയ്യണ്ടായോ? ഒക്കെ ചെയ്തു. പിന്നെന്തോ വേറെന്തോ കൂടി പറഞ്ഞിരുന്നല്ലോ. സുബ്രഹ്മണ്യ കോവില് അവിടെ പോയിട്ട് 2 നേരം കുളിച്ചു തൊഴുക. അത് മോൻ തന്നെയല്ലേ പോണത്? അവൻ തന്നെ. ആൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടല്ലേ? കല്യാണം കഴിക്കാനൊക്കെ നല്ല താല്പര്യ. അതിന്റെ കാര്യം ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് ഉറക്കം തന്നെ ഇല്ല. ഈ പ്രായം കുറച്ചായില്ലേ അതിന്റെ. എന്താ മോന്റെ പേരെന്തോ പറഞ്ഞല്ലോ? എന്താ പേര്? മന്മഥൻ. മന്മഥൻ. അപ്പോ നമ്മള് പ്രശ്നത്തിൽ കണ്ട പോലെയൊക്കെ എല്ലാ പ്രതിവിധിയും ചെയ്ത സ്ഥിതിക്ക് ദൈവകോപമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ മന്മഥന്റെ കല്യാണം നടക്കൂല്ലേ എന്ന് നമുക്കൊന്ന് പരിവച്ച് നോക്കാം. ഒന്നോട് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ നേരത്തെ കണ്ട പ്രശ്നവിധി പ്രകാരം നമ്മൾ ചെയ്ത പൂജാതി കർമ്മങ്ങളും വഴിപാടുകളൊക്കെ ദൈവങ്ങൾ കൈക്കൊണ്ടിരിക്കണം. സമാധാനം. ദൈവങ്ങളൊക്കെ സംതൃപ്തരാണ് ഇപ്പോ. പക്ഷെ ഇവിടെ ദോഷം കാണുന്നത് പിതൃദോഷാണ് കാണുന്നത്. പിതൃദോഷോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പരേതാത്മാക്കളൊക്കെ ഗതി കിട്ടാണ്ട് അങ്ങനെ തറവാട്ടിൽ അലഞ്ഞു നടക്കണമെന്നാണ് പ്രശ്നവിധി. എന്താ അങ്ങനെ വരാൻ? കുടുംബത്ത് വല്ല ദുർമരണവും നടന്നിട്ടുണ്ടോ? ദുർമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കുളത്തില് ആത്മഹത്യ, എന്തെങ്കിലും അപകട മരണം? അങ്ങനെ ഒരു മരണം അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് കുടുംബത്തിലെ ഏതോ ഒരു വല്യച്ഛൻ അദ്ദേഹം പാടത്തെ കുളത്തിൽ വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇത് തെറ്റില്ല, ചോദിച്ചു ഒരിക്കലും തെറ്റില്ല. അതുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണം. ആ ആത്മാവല്ല മെയിനായിട്ടേ, വേറൊരു ആത്മാവ് അപകടകാരിയായിട്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ആരാത്? അവസാനം തറവാട്ടിൽ മരിച്ചതാരാ? അവസാനം ഇപ്പൊ മരിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ആത്മാവിന് ജീവിച്ചിരിക്കുന്ന മകനും പേരക്കുട്ടികളൊക്കെ പൂവും വെള്ളവും കൊടുത്ത് തൃപ്തിപ്പെടുത്തണ്ടേ? അച്ഛനപ്പോ കുഴപ്പമില്ല. അച്ഛനാണ് ഏറ്റവും അപകടമായിട്ട് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ വയസ്സായവരെയാണ് ഇത് ബാധിക്കുക. അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. ഈ പരേതാത്മാക്കളെയൊക്കെ നമ്മൾ ബന്ധിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടേയിരുത്തി വർഷാവർഷം പൂവും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആത്മാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ തീരും. അങ്ങനെ തീർന്നാലേ നിങ്ങളുടെ മകൻ മന്മഥന്റെ കല്യാണം നടക്കും. എല്ലാ കൊല്ലവും കുടുംബത്ത് ഇതേപോലെ ഈ മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പൂജ നടത്തും. അപ്പൊ അതിനൊക്കെ വേണ്ട സംഗതിക്കൊക്കെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇപ്പോ കുട്ടികളൊക്കെ വലുതായി ഒരു ഇതായി വന്നപ്പോ അതൊക്കെ അങ്ങോട്ട് നിന്നു. എനിക്കും വയ്യാണ്ടേ. ഇനി ഒട്ടും അമാന്തിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതിവിധി ചെയ്യാം. അപ്പൊ ഈ ആത്മാക്കളെയൊക്കെ ആവാഹിച്ചിരുത്തണമെങ്കിൽ 1-2 ദിവസത്തെ പൂജാക്രിയകളൊക്കെ നടത്തണം. അതിന്റെ കൂടെ അന്നദാനം നടത്തുക. ഇപ്പൊ ഈ അന്നദാനം എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് അല്ല, കുടുംബക്കാരേനെയും നാട്ടുകാരേനെയൊക്കെ വിളിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കുക. അതെ. അപ്പൊ അങ്ങനെ 2 ദിവസത്തെ പൂജാക്രികൾ വേണ്ടിവരും. ചെയ്യല്ലേ? നന്നാവപ്പോ അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. പരിചയമുള്ള ഒരു 1-2 ആളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൂടാ. അത് മതി. അപ്പൊ അവര് ചെയ്യുമ്പോ അവര് പറഞ്ഞ പോലെ ഒക്കെ നിന്ന് കൊടുത്താൽ മതി. അത് ചെയ്താലാണ് കാര്യങ്ങളൊക്കെ നന്നാവുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നോക്കുക. ദക്ഷിണ വെച്ചോളാം. ഗൂഗിൾ പേ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലേ? പൈസ ആയിക്കോട്ടെ.
എടാ ഈ സുഗതെന്ന് പറയണ ജ്യോത്സ്യനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അയാൾ മഹാസിദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടില്ലേ? അതൊക്കെ അച്ചട്ടാ. അയാള് പറയണ കാര്യങ്ങൾ നമ്മളിവിടെ നടത്തണം. അതാ ഞാൻ ഈ പറയണത്. അപ്പൊ അത് മാത്രം കേൾക്കില്ല. എത്ര കാലമായി ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? എന്തോരം ജ്യോത്സ്യന്മാര് പറഞ്ഞ എന്തെല്ലാം പൂജകൾ ഇവിടെ നടത്തി. വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടാ? എന്റെ പ്യാരി, നിനക്കങ്ങനെ പലതും പറയാം. ജീവിതം പോയത് എന്റെ ആണല്ലോ. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് എന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ. പിന്നെ അച്ഛൻ പറയണതിൽ കാര്യമുണ്ട്. ഒന്നുമില്ലാതെന്ന് അച്ഛൻ ഒന്നും പറയൂല. ചേട്ടന് പെണ്ണ് കിട്ടാത്തത് ചേട്ടന്റെ തന്നെ കുഴപ്പമാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന്. ചേട്ടൻ അച്ഛന്റെ വാക്കും കേട്ടിട്ട് പൊരുത്തവും ജാതകവും സമയവും മുഹൂർത്തവും ഒക്കെ നോക്കി നടക്കല്ലേ. അതിന്റെ പുറകെ പോയാൽ മരിച്ചാലും മൂക്കി പല്ലു വന്നാലും നിങ്ങക്ക് പെണ്ണ് കിട്ടാൻ പോണില്ല. നീ കല്യാണം കഴിച്ചത് കേരളത്തിൽ ഇപ്പൊ നീ വല്ലാതെ വളമ്പണ്ട. നീ കല്യാണം കഴിച്ചു, എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? എന്താ കുഴപ്പമുണ്ടായത്? എന്താ കുഴപ്പമുണ്ടായത്? എവിടെടാ ജീവിതം? ഭാര്യ ലണ്ടനില്, നീ ഇവിടെ. അതന്നെ. അവളവിടെ ലണ്ടനിൽ നേഴ്സാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. അവള് പൈസ അയച്ചു തന്നോണ്ടാണ് ഇവിടെ എല്ലാരും വെട്ടി വിഴുങ്ങി തിന്നണത്. പൈസ ഉണ്ടായാ മതി, ജീവിതമില്ല. ജീവിതം ഞാൻ കുറെ കഴിഞ്ഞ് അങ്ങോട്ട് പോകും അവളുടെ കൂടെ. എന്താ പോവും? എന്തേ? നിന്നെ വിട്ടിട്ട് വേണ്ടേ? ആര് വിട്ടിട്ട്? എടാ, ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെ അവര് വിടില്ല. പിന്നെ ആത്മാക്കളല്ലേ എനിക്ക് വിസ അടിക്കണം ലണ്ടനിലേക്ക്. ഈ തല തെറിച്ചവരെ എന്തെങ്കിലും പറയട്ടെ. പക്ഷെ സുഗതം പറഞ്ഞ സംഗതി നമ്മൾ നടത്തണം. ആത്മാക്കൾ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക. അവർക്ക് പൂജയും കിട്ടണില്ല, വെള്ളവും കിട്ടണില്ല, ഒരു കുന്തവും കിട്ടണില്ല ഈ തറവാട്ടിന്ന്. അതില് പ്രധാന അച്ഛനാന്നാ പറയണത്, മുത്തച്ഛനെ. മുത്തച്ഛനായിരിക്കുള്ളൂ. മുത്തച്ഛൻ ജീവിച്ചിരുന്നപ്പോ എന്തായിരുന്നു കോള്? ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉള്ളാണ്ട കേസും കുട്ടീശ്വരവും നടത്തി ഉള്ള സമ്പത്തും സ്വത്തും മുഴുവൻ നശിപ്പിച്ച് ഇവിടെയും സമാധാനം തന്നിട്ടില്ല. ഇപ്പൊ മരിച്ചാലും സമാധാനം തരൂലെന്ന് പറഞ്ഞാ. അതേ, മുത്തച്ഛൻ വെള്ളം കുടിക്കാതെ നടക്കണേ ആ കുളത്തില് കല്ല് കെട്ടി താത്തിയിട്. ആവശ്യത്തിന് വെള്ളം കുടിക്കട്ടെ. അല്ലാതെ ഇവിടെ പൂജ നടത്തിയിട്ട് കാര്യമില്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് ആരുടെ ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. അച്ഛാ, ആ യുക്തിവാദി ശീതളന്റെ കൂടെയാണ് ഇപ്പൊ കൂട്ട്. ഈ അമ്മ പറഞ്ഞത് ശരി. ഈ പിതൃക്കൾ കാരണമാണ് എന്റെ ഭാര്യ പോയത്. ഓൾ എന്നോട് ചോദിച്ചു, ഒന്ന് റേഷൻ കടി പോകുന്നു. എല്ലാ ദിവസവും മറുപോലെ പറ്റൂലെന്ന് പറഞ്ഞത്. റേഷൻ കാർഡ് എടുത്തിട്ട് ഓള് പോയില്ലേ? എന്റെ പിതൃക്കളെ, നിങ്ങൾ എന്തിനാ എന്നോട് ചതി ചെയ്തു? ഞാൻ എന്ത് തെറ്റാ ചെയ്തു? നിന്റെ ഭാര്യ റേഷൻ കടക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയത് പിതൃക്കളുടെ തലയിൽ വെക്കണ്ട. അത്രയും കൊള്ളരാത്തവരല്ല നമ്മുടെ പിതൃക്കള്. നീ പെണ്ണ് കെട്ടിയാലേ നീ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കണം. അല്ലെ ഏത് പെണ്ണായാലും വേറെ ഒരുത്തന്റെ കൂടെ പോകും. ഇനി അതും കൂടി പിതൃക്കളുടെ തലയിൽ വെച്ചോ. പൂജ നടത്താൻ ഓരോ കാര്യം പറഞ്ഞുണ്ടാക്കിയണേ. തല തിരിഞ്ഞ വർത്താനം പറയാണ്ടിരിക്കണ കഴുത. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന കാര്യങ്ങൾ നടത്തിയാൽ മതി. ആ സുഗതം പറഞ്ഞ പോലെ ഇവിടെ പൂജ നടത്തണം. എല്ലാവരും ഓരോ വിഹിതം ഇടും. ഒരു വിഹിതം നീയും കൊടുക്കണം. ഞാൻ കൊടുക്കൂല. അതാ കൊടുക്കില്ലാതെ? ഈ പൂജ നടത്താൻ വേണ്ടി 10 പൈസ ഞാൻ കൊടുക്കൂല. പറയുന്നത് അച്ഛാ, അവന്റെ പൈസ കൂടെ ഞാൻ തരാം. അച്ഛാ, നമുക്ക് പൂജ മുടക്കണ്ട. അതെ, ഞാൻ കട്ടിട്ടെങ്കിൽ മോഷ്ടിച്ചെങ്കും ഞാൻ എടുക്കും. എന്റെ ഓൾ എനിക്ക് വരണം. ഇത് കൊണ്ടല്ലോ. അച്ഛന് മരുന്ന് മേടിക്കണമെങ്കിലോ ഭക്ഷണോ ഞാൻ ആവശ്യത്തിന് മേടിച്ചു തരാം. ഈ ജാതി കസരത്തിന് എന്റെ അടുത്ത് 10 പൈസ കിട്ടൂല. നിങ്ങൾ പൂജ നടത്തേ, ആവാഹിക്കേ, പിടിച്ചു കെട്ടേ, എന്തേലും ചെയ്യും. പ്രേതങ്ങൾ അലഞ്ഞിരിഞ്ഞ് ഇറക്കണമെന്നാണോ പറയുന്നത്? അതേ മന്മത, ആ തല തിരിഞ്ഞവൻ എന്തെങ്കിലും പറയട്ടെ, അത് നോക്കണ്ട. പൂജ എന്തായാലും നടത്തണം. നടത്താച്ച. പൂജ ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞാല് നിന്റെ വിവാഹവും നടക്കും. എന്റെ ഓളും വരണം. വരും കാത്തിരുന്നോ. കൂടെ ഒരു കൊച്ചുണ്ടാവും.